ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഭഗവാന്റെ ഏറ്റവും വിലപ്പെട്ട ഉപദേശങ്ങൾ അനേകം കേട്ട് പ്രബുദ്ധനായ അർജുനനോട് വീണ്ടും ഭഗവാൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? രഹസ്യങ്ങളിൽ വെച്ച് അതിരഹസ്യമായ തത്വരത്നങ്ങളാണ് ഇതുവരെ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇനി നീ അത് അപ്പടി വിശ്വസിക്കണം എന്നല്ല. ഇതിൽ നിനക്ക് ചെയ്യാൻ കഴിയുന്നതേതോ യുക്തമായത് അത് സ്വീകരിച്ച് നീ അനുഷ്ഠിക്കൂ എന്നാണ് പറയുന്നത്. അതിനാൽ 63-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, ഇതി തേ ജ്ഞാനമുമാഖ്യാത ഗുഹ്യതരം മയാ വിമൃശ്യൈ തദശേഷേണ യഥേച്ഛസി തഥാ കുരു. എൻ്റെ വിവർത്തനം വളരെ ലളിതമാണ്. ഗൂഢത്തിൽ ഗൂഢമീ ജ്ഞാനം ഓതിത്തന്നു നിനക്കു ഞാൻ, സമഗ്രമിതു ചിന്തിച്ച് ചെയ്യുക നിന്നിച്ഛ പോലവേ. ഏത് കാര്യവും നമ്മൾ കേട്ട് ചിന്തിച്ച് അത് സ്വന്തം ജീവിതത്തിന് യോജിച്ചതാണെങ്കിൽ മാത്രം സ്വീകരിക്കാനാണ് പറയുന്നത്. അതാണ് ഗൂഢത്തിൽ ഗൂഢമീ ജ്ഞാനം. പരമരഹസ്യത്തിൽ അതീവ രഹസ്യമാണ് ഇതുവരെ പറഞ്ഞ അറിവുകൾ എല്ലാം തന്നെ നിനക്ക് ഞാൻ പറഞ്ഞു തന്നു, ഓതിത്തന്നു നിനക്കു ഞാൻ. ഇത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നു, ഓതിത്തന്നു, പറഞ്ഞു തന്നു. സമഗ്രമിതു ചിന്തിച്ച്, ഇതെല്ലാം തന്നെ ചിന്തിച്ചതിനു ശേഷം നിന്റെ ഇച്ഛ പോലെ നീ ചെയ്യൂ എന്നാണ്. ഏതാണോ നിനക്ക് യുക്തമായി തോന്നുന്നത് അത് നീ സ്വീകരിക്കൂ. നിന്റെ ഇച്ഛ പോലെ നീ അതിനെ സ്വീകരിച്ച് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ എന്നാണ് പറയുന്നത്. ഇതാണ് സ്വതന്ത്രമായ ഒരു ചിന്താധാരയാണ് ഇവിടെ. ഏതെങ്കിലും ഒരാൾ മറ്റൊരാളെ തൻ്റെ ആദർശങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അവിടെ അസ്വാതന്ത്ര്യമാണ് അനുഭവമാകുന്നത്. ഇവിടെ ഒരു അടിച്ചേൽപ്പിക്കലും ഇല്ല. നിനക്ക് ഇത് സ്വതന്ത്രമായി ചിന്തിച്ച് യുക്തമെന്ന് തോന്നുന്നുവെങ്കിൽ അതിനെ നീ സ്വീകരിക്കൂ. അല്ലാത്തവ നിഷ്കരണം നിനക്ക് തള്ളിക്കളയാവുന്നതാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഉപദേശങ്ങളുടെ ആവശ്യം വരുന്നത്. ഒരു ഉപദേശം എല്ലാവർക്കും യോജിച്ചതല്ല. ഓരോരുത്തർക്കും അനുയോജ്യമായ ഉപദേശങ്ങൾ ഓരോ തരത്തിലാണ്. ആ ഉപദേശങ്ങൾ അനുയോജ്യമായവ സ്വീകരിക്കുക. ഭഗവത്ഗീതയിൽ 700 അധികം ശ്ലോകങ്ങളുണ്ട്. അവയിൽ എല്ലാം ഒരാൾക്ക് വേണ്ടിയുള്ളതല്ല. അതിൽ നമുക്ക് യോജിച്ചവ നാം സ്വീകരിക്കുകയും നമുക്ക് യോജിക്കാത്തവ നാം തള്ളിക്കളയുകയും ചെയ്യണം. കർമ്മത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുന്ന കർമ്മയോഗികൾക്ക് പറ്റിയവ അവർ സ്വീകരിക്കും. അവർക്ക് ജ്ഞാനത്തോട് ആഭിമുഖ്യം ഉണ്ടാവുകയില്ല. എന്നാൽ ജ്ഞാനയോഗികളാവട്ടെ, അവർക്ക് യോജിച്ചത് അവർ സ്വീകരിക്കും, അല്ലാത്തത് അവർക്ക് അസ്വീകാരവും ആയിരിക്കും. അതുപോലെ ഭക്തിയോഗത്തിൽ പ്രാധാന്യമുള്ള വ്യക്തികൾക്ക് അതിന് യോജിച്ചവ അവർ സ്വീകരിക്കുകയും ബാക്കിയുള്ളവ അവർ നിരാകരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യേണ്ടതും. എങ്കിൽ മാത്രമേ ആ സ്റ്റെപ്പിൽ നിന്നും അവർക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല.
അതിൽ നിന്നും ഓരോരുത്തർക്കും വേണ്ടി ഒരു കല്യാണ സദ്യക്ക് അനവധി കറികൾ ഉണ്ടാകും. എല്ലാം നിറയെ കറികളാണ്. അതിൽ ഈ കറികൾ എല്ലാവർക്കും എല്ലാ കറികളും പറ്റുകയില്ല. അതിനാൽ ഏതെങ്കിലും ഒരു കറി പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല. അവനവന് പറ്റിയത് ചേർത്ത് തനിക്ക് ഭക്ഷണം കഴിക്കാം. അതിനു വേണ്ടിയാണ് അനേകം ഉണ്ടാക്കിയത്. സാമ്പാർ ഇഷ്ടപ്പെടാത്തവരുണ്ട്, അവർക്ക് അവിയൽ കൂട്ടി ഉണ്ണാം. അവിയൽ ഇഷ്ടപ്പെടാത്തവരുണ്ട്, അവർക്ക് സാമ്പാർ കൂട്ടി ഉണ്ണാം. ഇത് രണ്ടും ഇഷ്ടപ്പെടാത്തവർക്ക് മറ്റു ചില കറികളുണ്ട്, അത് കൂട്ടിയിട്ടുണ്ണാം. അങ്ങനെയാണ് നമ്മുടെ വേദശാസ്ത്രങ്ങളിലെ ഉപദേശങ്ങളുടെ സ്ഥിതി. നമുക്ക് യോജിച്ചവ നാം സ്വീകരിക്കുകയും യോജിക്കാത്തവ നിരാകരിക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഗൂഢത്തിൽ ഗൂഢമീ ജ്ഞാനം ഓതിത്തന്നു നിനക്കു ഞാൻ, സമഗ്രമിതു ചിന്തിച്ച് ചെയ്യുക നിന്നിച്ഛ പോലവേ.